ഹലോ ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. ഈസ്റ്റർ ആയിക്കൊണ്ട് എന്താണ് പരിപാടി? ഞാനിവിടെ ബീഫ് വലത്താണ്. സത്യം പറഞ്ഞാൽ ഇത് ഇന്നലെ തുടങ്ങിയ പരിപാടിയാണ്. ബീഫ് വലത്തിലാണ്. ഇന്നലെ ബീഫെല്ലാം എടുത്ത് വെച്ച് റെഡിയാക്കി ഇതിങ്ങനെ ഇറക്കിക്കൊടുന്നു. പെട്ടെന്നൊരു മഴ. പിന്നെ ചട്ടി എടുത്തുകൊണ്ട് പെരക്കാത്തോട് ഓടിപ്പോയി. അതിനുശേഷം പിന്നെ ഇപ്പോഴാണ് ബീഫുമായിട്ട് ഇറങ്ങുന്നത്. ഇനിയിപ്പം ഇതൊന്ന് ശരിക്കും ഒന്ന് വരട്ടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. വിറകടുപ്പിലായതുകൊണ്ട് ടെൻഷനൊന്നുമില്ല. കാരണം മറ്റേത് ഗ്യാസ് ചെയ്യും, എന്തോരം ഗ്യാസ് പോകുന്നൊരു വിഷമമായിരുന്നു. അപ്പോൾ ഒന്നുമില്ല. പിന്നെ നമ്മുടെ തൊട്ടിപ്പുറത്തെ അടുപ്പിൽ പാലപ്പം റെഡി ആകുന്നുണ്ട്. ഈ പാലപ്പച്ചട്ടിയുടെ കാരണം പറയുകയാണെങ്കിൽ വലിയ കോമഡിയാണ് കേട്ടോ. ഇത് നമ്മൾ തീർത്തും ഉപേക്ഷിച്ച് മാറ്റിയിട്ടൊരു ചട്ടിയായിരുന്നു. പിന്നെ നോൺ സ്റ്റിക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഈ ഇരുമ്പ് പാലപ്പച്ചട്ടിയുടെ യൂസേജ് കുറവാണ്. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കാണ് ഇങ്ങനെ ഒരു സാഹചര്യം, പുറത്തടുത്ത് കത്തിക്കേണ്ട ഒരു സാഹചര്യം. അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട ഒരു കല്ല് മൂലക്കല്ല് എന്നൊക്കെ പറയുന്ന പോലെ ഈ ഒരു പാലപ്പച്ചട്ടി നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. നോൺ സ്റ്റിക്കിനെക്കാളും സൂപ്പറായിട്ട് പാലപ്പം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇതിനകത്ത് ഇതിൻ്റെ ഗ്ലേസിങ് കണ്ടില്ലേ? പാലപ്പം കോരി ഒഴിച്ചിട്ട് സാധാരണ രണ്ട് കൈയിലാണ് ചെയ്യുന്നത്. ക്യാമറ അല്ലെങ്കിൽ ഫോൺ ഒരു കൈ പിടിച്ചേക്കുന്നത് കൊണ്ട് ഒറ്റക്കൈയുള്ള അഭ്യാസമാണ്. ഷേപ്പൊക്കെ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ടെങ്കിൽ കഴിക്കാം, കുഴപ്പമില്ല. ഇങ്ങനെ അടച്ച് വെച്ചിട്ടുണ്ടാക്കുന്നതാണ് നമ്മുടെ പാലപ്പം. അപ്പം പാലപ്പത്തിൻ്റെ കൂടെ നമുക്ക് താറാവസ്ഥയാണ്. അത് അകത്ത് കുക്കറിലാണ് വെച്ചേക്കുന്നത്. അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്യാസ് വെച്ച് കേട്ടോ. അപ്പോൾ അങ്ങനെ കുക്കറിലാണ് വെച്ചേക്കുന്നത്. അപ്പം ഇത്രേ ഉള്ളൂ. താങ്ക് യു.